നമസ്കാരം. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ SFI നേതാക്കൾ ഉൾപ്പെട്ട വിദ്യാർത്ഥി സംഘം മൃഗീയമായ രീതിയിൽ ഒരു വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പൂക്കോട് വെറ്ററിനറി സർവകലാശാല ക്യാമ്പസ് വൈസ് ചാൻസലറെ ഗവർണറും ചാൻസലറുമായ ആരിഫ് മുഹമ്മദ് ഖാൻ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള വാർത്ത നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ അദ്ദേഹം ഗുരുതരമായ ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു. SFIക്കെതിരെ ഗവർണർ ഉയർത്തിയിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള ഈ ഒരു ആരോപണങ്ങൾ സംസ്ഥാന സർക്കാരിനെ വെട്ടിലാക്കുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. സിദ്ധാർത്ഥിന്റെ മരണം തൂങ്ങി മരണമല്ല എന്നും കൊലപാതകമാണെന്നുമാണ് ഗവർണർ ആരോപിച്ചത്. കുടുംബത്തിന്റെ ആരോപണം അതുതന്നെയാണ്. സിദ്ധാർത്ഥൻ നേരിട്ട അതിക്രമം തടയുന്നതിൽ സർവകലാശാല VC-ക്ക് വൻ വീഴ്ചയുണ്ടായതായി ഗവർണർ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം VC-ക്കെതിരെ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഗവർണർ ഹൈക്കോടതിക്ക് കത്ത് നൽകി. അന്വേഷണത്തിന് ജഡ്ജിയുടെ സേവനം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കത്ത് നൽകിയിരിക്കുന്നത്. ജുഡീഷ്യൽ അന്വേഷണം എത്തിയാൽ രാഷ്ട്രീയ സമ്മർദ്ദമില്ലാത്ത അന്വേഷണം നടക്കും. ക്യാമ്പസുകളിൽ SFI PFI കൂട്ടുകെട്ടുണ്ട്. ഇത് താൻ മുൻപും പറഞ്ഞിട്ടുണ്ട്. പൂക്കോട് വെറ്ററിനറി സർവകലാശാല ക്യാമ്പസിലും ഈ കൂട്ടുകെട്ടാണുള്ളത്. എല്ലാ ഹോസ്റ്റലിലും ഒരു ബ്ലോക്ക് SFI ഓഫീസാക്കുന്നു. 3 ദിവസം തുടർച്ചയായി വിദ്യാർത്ഥിക്ക് പീഡനം നേരിടേണ്ടി വന്നു. ഇതെല്ലാം സർവകലാശാല അധികൃതരുടെ അറിവോടെയായിരുന്നു. കോളേജ് ഹോസ്റ്റലുകൾ SFI ഹെഡ്ക്വാർട്ടേഴ്സുകളാക്കി മാറ്റുകയാണ്. SFIയും പോപ്പുലർ ഫ്രണ്ടും ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തനിക്ക് ലഭിച്ചിട്ടുമുണ്ട്. സിദ്ധാർത്ഥന് 24 മണിക്കൂറോളം ഭക്ഷണമോ വെള്ളമോ പോലും ലഭിച്ചിരുന്നില്ല. സിദ്ധാർത്ഥന്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അന്വേഷണത്തിന് ജഡ്ജിയുടെ സേവനം ആവശ്യപ്പെട്ടാണ് കത്ത് നൽകിയത്. ഹൈക്കോടതിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിനായി കമ്മിറ്റിയെ നിയോഗിക്കുകയും ചെയ്യും. സംഭവത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചത് സർവകലാശാല അധികൃതരുടെ ഭാഗത്തു നിന്നാണ്. മരിച്ചതിനു ശേഷം ഒരു ചാൻസലർ കൂടിയായ തനിക്ക് റിപ്പോർട്ട് നൽകാൻ പോലും സർവകലാശാല തയ്യാറായിട്ടില്ല. ഇന്നലെ മാത്രമാണ് റിപ്പോർട്ട് ലഭിച്ചത്. ഇത് റാഗിംഗ് അല്ല, ഇത് കൊലപാതകമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് ഇക്കാര്യം വ്യക്തവുമാണ്. ഭക്ഷണമൊന്നും കഴിക്കാതെ സിദ്ധാർത്ഥിന്റെ വയർ ഒഴിഞ്ഞ നിലയിലായിരുന്നു. സിദ്ധാർത്ഥിനെ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ അവർ അനുവദിച്ചില്ല. 24 മണിക്കൂറിലധികം നേരമാണ് ഇത്തരത്തിൽ ഭക്ഷണം നിഷേധിച്ചത്. ഇതെങ്ങനെയാണ് ക്യാമ്പസിൽ സംഭവിക്കുന്നത്? സർവകലാശാല ക്യാമ്പസിൽ എങ്ങനെയാണ് ഇത്തരമൊരു കിരാത സംഭവം ഉണ്ടാകുന്നത്? സർവകലാശാല അധികൃതർ ആരും ഇത് ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല. ഇതിൽ ദുരൂഹതയുണ്ട്. സംഭവത്തിൽ പോലീസുകാരെ മുഴുവനായി കുറ്റം പറയുന്നില്ല. രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേനകളിൽ ഒന്നാണ് കേരളത്തിലുള്ളത്. എന്നാൽ ഭരിക്കുന്ന പാർട്ടി അവരെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല. സർവകലാശാല അധികൃതരുടെ ഭാഗത്താണ് ഗുരുതര തെറ്റ് സംഭവിച്ചത്. റാഗിംഗ് നടന്ന് 3 ദിവസം കഴിഞ്ഞും അധികൃതർ ആരും അറിഞ്ഞില്ലേ? സംഭവം നടന്നതിനു ശേഷം ചാൻസലറെ അറിയിക്കാൻ പോലും അധികൃതർ തയ്യാറായില്ല. ഇന്നലെ മാത്രമാണ് ഇത് ചെയ്തതെന്നും ഗവർണർ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു. വലിയ വെളിപ്പെടുത്തലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.